ജമ്മാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലുഹറിനെ അസറിലേക്കും അസറിനെ ദൂറിലേക്കും ജമ്മാക്കാം. എന്നിട്ട് മഗ്‌രിബിനെ ഇശായിലേക്കും ഇശാനെ മഗ്‌രിബിലേക്കും ജമ്മാക്കാം. ആ ജമ്മാക്കുമ്പം ശ്രദ്ധിക്കാനുള്ള മുന്തിച്ച് ജമ്മാക്കുമ്പോഴാണ് കൂടുതൽ കണ്ടീഷനുകൾ വരുന്നത്. മുന്തിച്ച് ജമ്മാക്കാറാണെങ്കിൽ ലുഹറിലേക്ക് അസറിനെ ഇങ്ങോട്ട്, എന്നിട്ട് മഗ്‌രിബിലേക്ക് ഇശാനെ ഇങ്ങോട്ട്, ഇങ്ങനെ ആകുമ്പോഴുള്ള സംഗതി എന്താ വെച്ചാൽ നിസ്കാരത്തിൽ മുന്തിച്ച് ജമ്മാക്കുന്ന നിസ്കാരത്തിൽ ആദ്യത്തെ നിസ്കാരത്തിൽ തന്നെ എന്ത് നിയ്യത്ത് വെക്കണം? ഇങ്ങോട്ട് മുന്തിക്കുന്നുണ്ട് എന്നുള്ളൊരു നിയ്യത്ത് ആദ്യത്തെ നിസ്കാരത്തിൽ നിയ്യത്തൊക്കെ നോക്കണം. ഇപ്പോൾ ളുഹർ സ്കരിക്കുമ്പോൾ അസറിനെ ഞാൻ ളുഹറിലേക്ക് മുന്തിച്ച് ജമ്മാക്കുന്നതായ നിലയിൽ ഞാൻ ളുഹർ സ്കരിക്കുന്നു നിയ്യത്ത് വെക്കണം. മുന്തിച്ച് ജമ്മാക്കും. സലാം ഉടനെ മുമ്പായിട്ട് വെച്ചാലും മതി. ഏറ്റവും നല്ല ആദ്യം നിയ്യത്ത് വെക്കുമ്പോൾ തന്നെ വെക്കാന്നല്ലേ, മറ്റേ മറന്നു പോകും ചിലപ്പോൾ. ആദ്യത്തെ നിസ്കാരം നിസ്കരിക്കുമ്പോൾ എന്ത് ചെയ്യുക? ഞാൻ അസറിനെ അല്ലെങ്കിൽ ഇശാനെ ഇങ്ങോട്ട് എന്താക്കുന്നുണ്ട്, മുന്തിച്ച് ജമ്മാക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഒന്ന് കരുതുക. അത് നിയ്യത്ത് വെക്കണ സമയത്താണ് ഏറ്റവും നല്ലത്. എന്നാൽ അങ്ങനെയൊക്കെ പറയും ചെയ്യുക, കരുതും ചെയ്യുക. നേരെ മറിച്ച് നിസ്കാരത്തിൻ്റെ ഇടയിലാണെങ്കിൽ പറയാനൊന്നും പറ്റൂല. ഞാൻ എന്ന് പറയുമ്പോൾ നിസ്കാരം പോകത്തില്ലോ, ഞാൻ മുന്തിച്ചൊന്നും പറയണ്ട. ഏറ്റവും നല്ലത് നിയ്യത്ത് വെക്കുമ്പോഴാണ് ഏറ്റവും നല്ലത്. നിയ്യത്ത് വെക്കുമ്പോൾ വെക്കണില്ലെങ്കിൽ പിന്നെ നിസ്കാരത്തിൻ്റെ ഇടയിൽ സലാം വീട്ടിൻ്റെ ഇടയിലായിട്ട് മനസ്സിലിങ്ങനെ കരുതുക, ഞാൻ അസറിനെ ദൂറിലേക്ക്, ഞാൻ അസറിനെ എന്ന് പറയാൻ പറ്റുമോ? പറഞ്ഞാൽ നിസ്കാരം പോകത്തില്ലോ. പിന്നെ അവിടെ ഒരു ഡിമാൻഡ് അധികം ഉള്ളത് ആദ്യം ദൂറന്നെ നിസ്കരിക്കണം. തെർത്തീബ് നിർബന്ധമാണ്, വിലാവ് നിർബന്ധമാണ്. തെർത്തീബ് പറഞ്ഞാൽ ആദ്യം ആദ്യത്തെ നിസ്കാരം നിസ്കരിക്കണം, പിന്നെ മറ്റേ പറ്റുള്ളൂ എന്ന് മാത്രമല്ല അതിൻ്റെ ഇടയിൽ വിലാവ് വേണം. ഉടനെ ആയിരിക്കണം. ഉടനെ ആണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ 2 റക്അത്ത് നിസ്കരിക്കണം. നിസ്കാരത്തിൻ്റെ ഗ്യാപ്പ് വരാൻ പാടില്ല. എന്താ ചെയ്യൽ? നമ്മൾ ദൂറാണ് നിസ്കരിച്ചാൽ ഇക്കാമത്ത് തുറക്കും വേഗം, അല്ലാതെ സുബ്ഹാനല്ലാഹ് പറഞ്ഞു തീർക്കുമോ? ആ സുബ്ഹാനല്ലാഹും മറ്റേ സുബ്ഹാനല്ലാഹും പാടെ 66 ദിവസം പിന്നീട് ചെല്ലിയാൽ മതി. ഒക്കെ പറയേണ്ട കിട്ടാവർ. സുബ്ഹാനല്ലാഹ് മിസ്സാണൊന്നുമില്ല. ആ ദൂറിന് 33 അസറിൻ്റെ ഏസാണ്ട് 66 ദിവസമാണ് ചെല്ലിയാൽ മതി. അല്ല, അസറിലേക്ക് അങ്ങോട്ട് പിന്തിച്ച് ജമ്മാക്കുമ്പോൾ ആദ്യം അസർ നിസ്കരിക്കാം, പിന്നെ ദൂർ സ്കെച്ചാലും മതി. അല്ലെങ്കിൽ ആദ്യം ദൂർ സ്കെച്ചിട്ട് പിന്നെ എന്താ ചെയ്യുക? അതാണ് നല്ലത്. അത് സുന്നത്തുള്ളൂ. ആ തെർത്തീബ് സുന്നത്തുള്ളൂ. മുന്തിച്ച് ജമ്മാക്കുമ്പോൾ തെർത്തീബ് ഷർത്താണ്, നിർബന്ധമാണ്. വിലാവും വേണം. 2 കാര്യമാണ്. രോഗികൾക്ക് ജമ്മാക്കാം, മഴ ഉണ്ടെങ്കിലും ജമ്മാക്കാം എന്നുള്ളൊരു കൗലുണ്ട്. അതിനൊക്കെ ചില നിബന്ധനകളൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് നോക്കി, നിങ്ങളാ പറഞ്ഞ കാര്യം എങ്ങനെയാണ്? നിയ്യത്ത് ജമ്മിൻ ജമ്മാക്കണമെന്ന് കരുതുക ഫില്ലൂല ഒന്നാമത്തെ നിസ്കാരത്തിൽ, ഫി അവലിഹ ഒന്നിരിക്കലിൻ്റെ ഫസ്റ്റിൽ, അവസനയിലെ ഇടയിൽ, അവമായ തഹല്ലുലിയ അല്ലെങ്കിൽ സലാം വീട്ടിലോട് കൂടെ, വൽ അവലു ആദ്യത്താണ് ഓ ലഫ്ദ് ഏറ്റവും നല്ലത്. ആദ്യം തന്നെ ഫസ്റ്റിൽ നിയ്യത്ത് വെക്കുമ്പോൾ തന്നെ ചെയ്യലാണ് ഏറ്റവും. എവിടെയെങ്കിലും ഒന്ന് കരുതിയാൽ മതി, ആദ്യം കരുതലാണ് നല്ലത്. പിന്നെ രണ്ടാമത്തെ നിസ്കാരം തുടങ്ങണ വരെ യാത്ര വേണം. പെരയിലെത്തിയിട്ട് ഇത്രേ ഉള്ളൂ. ഇനി